ജയസൂര്യൻ സാർ, നമുക്കറിയാം പെട്ടെന്ന് പ്രകോപനപരമായ ഒന്നും സംഭവിക്കാതിരിക്കുന്ന വളരെ നോർമൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഹിജാബ് വിഷയം വരുന്നത്. പക്ഷേ ഹിജാബിന്റെ ഒരു വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് മറ്റേതെങ്കിലും ഒരു വിഷയം അതീവ പ്രാധാന്യത്തോടെ മാധ്യമങ്ങളും പൊതുജനങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ ജനങ്ങളും മാധ്യമങ്ങളും വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനിടയിലേക്കാണ് ഹിജാബ് വിവാദം വരുന്നത്. അങ്ങനെ ഹിജാബ് വിവാദം പെട്ടെന്ന് മാധ്യമങ്ങളിൽ നിറയുന്നു. അത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള വിഷയമായി മാറുന്നു. രണ്ട് മതങ്ങൾ തമ്മിൽ ഒരു വിഷയം ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉണ്ടാകുന്ന വിവാദം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഹിജാബിന്റെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. ഒരു കുട്ടി അവസാനം ആ സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന തീരുമാനം എടുക്കുന്നത് വരെ ആ വിവാദം നീണ്ടുപോയി എന്നുള്ളതാണ്. ഇപ്പോഴും അത് ഏറെക്കുറെ തുടരുന്നുമുണ്ട്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഹിജാബ് വിഷയം യഥാർത്ഥത്തിൽ മനഃപൂർവ്വം മറ്റെന്തെങ്കിലും വേണ്ടി ആരെങ്കിലും സൃഷ്ടിച്ച ഒന്നാണ്? നമ്മുടെ നാട്ടില് പണ്ട് കൊള്ളക്കാരും കള്ളന്മാരും ഉപയോഗിച്ചിരുന്ന സമൃദ്ധമായ ഒരു തന്ത്രമുണ്ട്. അതായത് ഹൗസിംഗ് കോളനികൾക്ക് ഈ ഫ്ലാറ്റ് സംസ്കാരം വരുന്നതിന് മുൻപ് ഹൗസിംഗ് കോളനികൾ രൂപപ്പെട്ടിരുന്നു. ഈ ഹൗസിംഗ് കോളനികൾക്ക് മുമ്പിൽ കൂടി വിശാലമായ റോഡും സൗകര്യങ്ങളും വാഹന ഗതാഗതവും ഉണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് അടുത്തടുത്ത് കൊള്ളാവുന്ന ആൾക്കാർ താമസിക്കുന്ന സാമ്പത്തിക ശേഷിയുള്ളവരുടെ ഹൗസിംഗ് കോളനികളിൽ കള്ളന്മാരും കൊള്ളക്കാരും പതിവായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു തന്ത്രം, പഴയ ഒരു തന്ത്രം ഞാൻ പറയാം. CCTV ഒക്കെ വരുന്നതിന് മുമ്പുള്ള ഒരു തന്ത്രമാണ്. അതിതായിരുന്നു: ഈ ഹൗസിംഗ് കോളനികളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന റോഡിൽ പെട്ടെന്നൊരു വാഹനാപകടം ഉണ്ടാവുന്നു. വാഹനാപകടത്തെ തുടർന്ന് ഒരു തീപിടുത്തം ഉണ്ടാവുന്നു. ആൾക്കാരെല്ലാവരും ഓടിക്കൂടുന്നു. അപ്പോൾ അവിടെ വലിയ തോതിൽ ശബ്ദവും ആൾക്കാരുടെ നിലവിളിയും ഉയരുന്നു. ആ ഹൗസിംഗ് കോളനിയിലുള്ള മുഴുവൻ ആൾക്കാരും റോഡിലേക്ക് എത്തുന്നു. ചിലര് തീ കെടുത്താൻ വേണ്ടി വെള്ളം ഒഴിക്കുന്നു, ഫയർഫോഴ്സിനെ വിളിക്കുന്നു, പോലീസിനെ വിളിക്കുന്നു. നാട്ടുകാരെല്ലാം സംഘടിച്ചെത്തി അവിടുത്തെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആർക്കെങ്കിലും പരിക്ക് പറ്റിയോ, ആശുപത്രിയിൽ കൊണ്ടുപോകണോ? അപ്പൊ ആർക്കും പരിക്കൊന്നുമില്ല, ആശുപത്രിയിലൊന്നും പോകണ്ട. അവസാനം വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇവര് വീട്ടിലേക്ക് മടങ്ങുന്നു. ഈ സംഭവമൊക്കെ എപ്പോഴും സംഭവിക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. പിറ്റേന്ന് നേരം പുലരുമ്പോഴാണ് ആൾക്കാർ അറിയുന്നത് അവരുടെ വീട്ടിലെ വിലപിടിപ്പുള്ള പല സാധനങ്ങളും മോഷണം പോയിരിക്കുന്നു. ചില വീട്ടിലെ സ്വർണമായിരിക്കും പോയെങ്കിൽ മറ്റു ചില വീട്ടിലെ പാത്രങ്ങളായിരിക്കും, അല്ലെങ്കിൽ മറ്റു വീട്ടിലെ വാഹനങ്ങളായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മോഷണം പോയി. പിന്നീടാണ് പോലീസ് പറയുന്നത് ഇത് കള്ളന്മാരുടെ ഒരു വലിയ തന്ത്രമായിരുന്നു. എല്ലാവരും ഈ വാഹനാപകടവും തീപിടുത്തവും കാണാൻ വേണ്ടിയും നേരിടാൻ വേണ്ടിയും ഓടിയപ്പോൾ സ്വന്തം വീട്ടിലെ വാതിലുകൾ അടയ്ക്കാൻ മറന്നുപോയി. അറന്നു കിടന്ന വാതിലുകളിൽ കൂടി അകത്ത് കയറിയ കള്ളന്മാരാണ് ഈ മോഷണം എല്ലാം നടന്നതെന്ന് 2 ദിവസം കഴിഞ്ഞ് പോലീസ് തെളിയിക്കുമ്പോൾ മാത്രമാണ് അറിയുന്നത്. ഞാനിപ്പോൾ ഈ സംഭവം ഇവിടെ പറയാൻ കാര്യം, കള്ളന്മാരെ എതിരുന്ന ആ കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ശബരിമലയിലെ സ്വർണ വിവാദം കത്തി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെ കേസുകൾ മുറുകുന്നു. CPM പ്രതിക്കൂട്ടിലാവുന്നു. തെളിവുകളൊക്കെ CPMനും ഭരണകൂടത്തിനും എതിരാവുന്നു. ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ സർക്കാർ രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ലാത്ത വിധം അതിശക്തമായി പ്രതിപക്ഷം കടന്നാക്രമിക്കുന്നു. മാധ്യമങ്ങളിൽ ഈ വാർത്തകൾ ഓരോ ദിവസവും നിറയുന്നു. ഓരോ ദിവസവും സ്വർണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ തെളിവുകൾ വ്യക്തമായി പുറത്തു വരുന്നു. മറുപടി പറയാൻ കഴിയാതെ നിൽക്കുന്ന ഭരണപക്ഷം, ആ ഭരണപക്ഷത്തിന് വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരു തന്ത്രമാണ് ഹിജാബ് വിഷയം. കാരണം ഹിജാബ് എന്നുള്ളത് മതമാണ്. ആ വിഷയം സംഭവിച്ചിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. അപ്പോൾ മുസ്ലിം എന്നുള്ള നിലയിലേക്ക് ഈ വിഷയം വരുമ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP അതിന് പ്രതികരിക്കുന്നു. അങ്ങനെ BJP പക്ഷവും LDF പക്ഷവും UDF പക്ഷവും ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും എല്ലാവരും ശബരിമലയെ ഉപേക്ഷിച്ച് നേരെ ഹിജാബിന്റെ പുറകെ പോകുന്നു. ഇവിടെ ശബരിമലയിലെ വിഷയം രക്ഷപ്പെട്ടു, മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കേസുകൾ രക്ഷപ്പെട്ടു. ഇപ്പൊ ഒരൊറ്റ ഫോക്കസേ ഉള്ളൂ, അത് ഹിജാബ് മാത്രമായി. അപ്പോഴാണ് ഇടുത്തി വരുന്ന പോലെ വേറൊരു പ്രശ്നം ഉണ്ടായത്. ഹിജാബ് വിഷയം ഒത്തുതീർപ്പാവും, വീണ്ടും വിഷയം ശബരിമലയിലേക്ക് തിരിയും. അതുകൊണ്ട് ഒത്തുതീർപ്പായ ഹിജാബ് വിഷയത്തിൽ വീണ്ടും കോലിട്ട് കിള്ളി ബഹളമുണ്ടാക്കി ശിവൻകുട്ടി സമർത്ഥമായി SFIക്കാര് സഹായിക്കുന്നു. അങ്ങനെ വീണ്ടും ഫേസ്ബുക്ക് പോസ്റ്റുകൾ നിറയുന്നു. ഇത് കേരള രാഷ്ട്രീയത്തിലെ പതിവ് തമാശയാണ്. പക്ഷെ ഈ തമാശ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും മനസ്സിലാവില്ല ഇതൊരു തമാശയാണ്, ഇതൊരു തട്ടിപ്പാണ് എന്ന്. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്
ശബരിമല വിഷയത്തിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു കഴിയുമ്പോൾ പിന്നീടാണ് ഒരിക്കൽ മനസ്സിലാവുക ഇത് ശബരിമല വിഷയം മൂടിവെക്കാൻ വേണ്ടി ഉയർത്തിക്കൊണ്ടുവന്ന ഒരു തന്ത്രമായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ ഹിജാബ് പോലെയുള്ള വിഷയങ്ങൾ, മതപരമായ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ, സെൻസേഷണൽ ആയിട്ടുള്ള ഇഷ്യൂസ് കേരള രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുമ്പോൾ ബുദ്ധിയുള്ളവർ ഒന്ന് ചുറ്റും നോക്കണം, ഇത് എന്തിനു വേണ്ടി കൊണ്ടുവന്നു, മറ്റേതോ വിഷയം മറയ്ക്കാൻ വേണ്ടിയാണ്, അത് എന്തായിരുന്നു. അപ്പോൾ ഹിജാബ് വിഷയം സത്യത്തിൽ ശബരിമലയെ ശ്രദ്ധ തിരിക്കാനും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ കേസുകളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വേണ്ടി ഉണ്ടാക്കിയ ഒരു ഇടതുപക്ഷ തന്ത്രമാണ്. ആ തന്ത്രത്തിലാണ് ഇന്ന് കേരളം വീണ് കിടക്കുന്നത്. യെസ്, അത്തരത്തിൽ ഹിജാബ് വിഷയം ശബരിമല മറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വിഷയമാണ് എന്ന് നമ്മൾ പറയുമ്പോഴും അവിടെ എന്തുകൊണ്ട് ഇത്തരത്തിൽ പെട്ടെന്നൊരു വിവാദം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു സ്കൂൾ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. കാരണം ആ കുട്ടി അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ കൃത്യമായി മാനേജ്മെന്റ് പറഞ്ഞ എല്ലാ രീതിയിലും ആ വിദ്യാർത്ഥിനി നിയമങ്ങൾ പാലിച്ചു പോകുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാക്കിയ വിവാദം എന്നിതിനെ പറയാൻ സാധിക്കുമോ? അതോ കഴിഞ്ഞ ഒരു വർഷമായി ആരെങ്കിലും ഇത്തരത്തിലൊരു പ്രശ്നം ആ സ്കൂളിൽ മനഃപൂർവ്വം ഉണ്ടാക്കണം എന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ടാകുമോ എന്നൊക്കെ സംശയിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ ചോദിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കുട്ടി പഠിക്കുന്ന സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിൽ ഹിജാബ് ധരിക്കാവുന്ന സ്കൂളുകളുണ്ട്. ആ സ്കൂളിൽ ഈ കുട്ടി പോയില്ല. ഈ സ്കൂളിലാണ് കുട്ടി വന്ന് പഠിച്ചത്. ഒരു വർഷം മുമ്പ് മാത്രമാണ് അഡ്മിഷൻ എടുത്തത്. അപ്പോൾ ഏത് സമയത്തും പൊട്ടാവുന്ന ബോംബാക്കി ചില കാര്യങ്ങൾ ഒരുക്കി നിർത്തിയിട്ടുണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിക്കുന്ന സമയത്ത് സ്കൂളില് നിയമാവലിയുണ്ട്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ചു കൊള്ളാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്താണ് അഡ്മിഷൻ മേടിക്കുന്നത്. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഒരു ഉൾവിളി പോലെ പെട്ടെന്ന് ഹിജാബ് ധരിക്കണം എന്ന് തോന്നുകയാണ്. ആ തോന്നലാണ് ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ തന്ത്രം എന്ന് പറയാൻ കാരണം. ഇനി ഞാൻ അതിനൊരു തെളിവും കൂടെ പറയാം. ഇത് ആത്മാർത്ഥമായും മതപരമായും വിശ്വാസപരമായും ഉള്ള ദൃഢമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ടപ്പോൾ എന്തിനാണ് ഒത്തുതീർപ്പുണ്ടാക്കിയത്? അപ്പോ രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന്റെ മറുവശത്ത് നിൽക്കുന്ന രാഷ്ട്രീയക്കാരന്, കോൺഗ്രസ്സുകാർക്ക് ഈ വിഷയം ഒത്തുതീർപ്പാക്കിയില്ല എങ്കിൽ ശബരിമല വിഷയത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് വിഷയം പെട്ടെന്ന് ഒത്തുതീർപ്പാക്കുന്നു. അതിന് മുസ്ലിം സംഘടനകൾക്കോ പാർട്ടികൾക്കോ പ്രശ്നമില്ലാതാവുന്നു. രക്ഷിതാവിനും കുഴപ്പമില്ല, കുട്ടിക്കും കുഴപ്പമില്ല. അപ്പോഴാണ് ഇടതുപക്ഷത്തിന് അബദ്ധം പറ്റിയത്. അപ്പൊ അവര് പറഞ്ഞു ഇതങ്ങനെ വിട്ടാ ഒക്കില്ല, അതുകൊണ്ട് വീണ്ടും ബഹളം ഉണ്ടാക്കണം. ഉടനെ ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, SFIക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും വിഷയം സജീവമാക്കുകയാണ്. ആ ലക്ഷണങ്ങളെല്ലാം ചേരുമ്പോൾ ഇതിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ള ഇതുപോലെ സമാനമായ സംഭവങ്ങൾ ഓർമ്മ വന്നതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. യെസ്, എന്തായാലും ഈ രീതിയിൽ ഹിജാബ് വിവാദം ഉണ്ടായത് ശബരിമല പോലെയുള്ള വിഷയങ്ങൾ മറയ്ക്കാനാണോ എന്ന ചർച്ചയും സജീവമാവുകയാണ്. അത്തരത്തിൽ ചിന്തിച്ചാലും തെറ്റു പറയാൻ സാധിക്കില്ല. കാരണം ജയസൂര്യൻ സാർ പറഞ്ഞതുപോലെ ഒരു വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ആ വിഷയത്തെ മറയ്ക്കാൻ നിരന്തരം ഇത്തരത്തിൽ സർക്കാരുകൾ മറ്റൊരു വിഷയം കൊണ്ടാണ് ശ്രമിക്കാറുള്ളത് എന്നത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അത്തരത്തിൽ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം കത്തി നിൽക്കുന്ന സമയത്താണ് ഇരു മതങ്ങളെയും വളരെ വളരെ ക്രൂഷ്യലായ ഒരു സിറ്റുവേഷനിൽ എത്തിച്ചുകൊണ്ട് ഈ തരത്തിൽ ഹിജാബ് വിവാദം വരുന്നത്. അതും സ്കൂളിൽ നിന്ന് കേവലം ഒരു വിദ്യാർത്ഥിനെ പെട്ടെന്ന് ഒരു നിയമം മാറ്റുന്നു എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളിൽ വലിയ വാർത്ത വരുന്നു. പക്ഷെ മാധ്യമങ്ങളിൽ പലരും ആ സമയത്ത് ഹിജാബ് വിവാദത്തിന് അറിഞ്ഞുകൊണ്ട് തന്നെ മുൻതൂക്കം നൽകി എന്നതും യാഥാർത്ഥ്യമാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.